തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1 ലേഖനത്തിന്റെ 1 അധ്യായം 1 തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. എസ്ര നെഹമ്യ പുസ്തകത്തിന്റെ ആമുഖ വായന. ദിനവൃത്താന്ത ഗ്രന്ഥത്തിലെ ചരിത്രത്തിന്റെ തുടർച്ചയാണ് എസ്ര നെഹമ്യ. BC 538 ബാബിലോൺ സാമ്രാജ്യം പേർഷ്യക്കാർക്ക് കീഴടങ്ങി. പ്രവാസികളായ യഹൂദർക്ക് ജെറുസലേമിലേക്ക് തിരിച്ചു പോകുന്നതിനും അവിടെ ചെന്ന് ദേവാലയം വീണ്ടും നിർമ്മിക്കുന്നതിനും അനുവദിക്കുന്ന വിളംബരം പേർഷ്യൻ രാജാവായ സൈറസ് പുറപ്പെടുവിച്ചു. തിരിച്ചുപോയ ആദ്യഗണം പ്രവാസികൾ BC 515 ദേവാലയം പണിതീർത്ത് പ്രതിഷ്ഠിച്ചു. ദേവാലയം നിർമ്മിക്കുന്നതിനും ജെറുസലേമിന്റെ മതിലുകളുടെ പണി പൂർത്തിയാക്കുന്നതിനും സമരിയക്കാരിൽ നിന്നുണ്ടായ വളരെയേറെ പ്രതിബന്ധങ്ങൾ അവർക്ക് തരണം ചെയ്യേണ്ടിയിരുന്നു. പേർഷ്യൻ രാജാവായ അർത്താർസെക്സസിന്റെ കൊട്ടാരത്തിൽ യഹൂദരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് നിയുക്തനായിരുന്ന നിയമജ്ഞനായ എസ്ര മോശയുടെ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള ആധികാരിക രേഖകളോടെ രണ്ടാമതൊരു ഗണം പ്രവാസികളോടൊത്ത് ജെറുസലേമിലെത്തുന്നു. അദ്ദേഹത്തിന്റെ പേരിലാണ് എസ്ര ഗ്രന്ഥം അറിയപ്പെടുന്നത്. വിദേശികളുമായി വിവാഹബന്ധത്തിലേർപ്പെട്ട യഹൂദർക്കെതിരെ അദ്ദേഹം കർശന നടപടികൾ സ്വീകരിച്ചു. അർത്താർസെക്സസിന്റെ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യായും രാജാവിന്റെ അംഗീകാരത്തോടെ ജെറുസലേമിലെത്തി. അതിന്റെ മതിലുകളുടെ പണി പൂർത്തിയായി. നെഹമ്യ രാജാവിന്റെ ഉന്നത സ്ഥാനപതിയായി നിയമിതനായി. എസ്ര നിയമഗ്രന്ഥം ജനങ്ങളുടെ മുൻപാകെ വായിച്ചു. എസ്രായും നെഹമ്യായും മതനവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബാബിലോൺ പ്രവാസത്തിനു ശേഷമുള്ള യഹൂദരുടെ പുനരുത്ഥാനത്തെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് ഈ ഗ്രന്ഥങ്ങൾ. എസ്രയുടെ പുസ്തകം അധ്യായം 1. പ്രവാസികളുടെ തിരിച്ചുവരവ്. ജെറമ്യായിലൂടെ കർത്താവ് അരുളിച്ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവന്റെ 1-ാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവനൊരു വിളംബരമെഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു: സ്വർഗത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂദായിലെ ജെറുസലേമിൽ അവിടത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിൽ ഉള്ളവർ അവിടുന്ന് അവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യൂദായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം വീണ്ടും പണിയിപ്പിക്കട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ. അപ്പോൾ യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിന്റെ ആലയത്തിലെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു. അവൻ അവ ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്രോദാത്തിനെ ഏൽപ്പിച്ചു. അവൻ യൂദായിലെ ഭരണാധിപനായ ഷെഷ്ബസാറിന് അവ എണ്ണിക്കൊടുത്തു. അവയുടെ എണ്ണം 1000 സ്വർണ്ണ ചരുവങ്ങൾ, 1000 വെള്ളിച്ചരുവങ്ങൾ, 29 ധൂപകലശങ്ങൾ, 30 സ്വർണ്ണ കോപ്പുകൾ, 2410 വെള്ളിക്കോപ്പുകൾ, 1000 മറ്റു പാത്രങ്ങൾ. സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ ആകെ 5469. പ്രവാസികളെ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെഷ്ബസാർ ഇവയും കൊണ്ടുപോന്നു. തിരിച്ചെത്തിയ പ്രവാസികൾ. അധ്യായം 2.
ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂദായിലും തിരിച്ചെത്തി. സെറുബാബേൽ, യെശുവ, നെഹമിയ, സെറായിയ, റേലായ, മൊർദെഖായ്, ബിൽശാൻ, മിസ്പാർ, ബിഗ്വായ്, റഹൂം, ബാന എന്നിവരാണ് അവരെ നയിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്: പാറോഷിന്റെ പുത്രന്മാർ 2172, ഷെഫാത്തിയയുടെ പുത്രന്മാർ 372, ആരയുടെ പുത്രന്മാർ 775, പഹത് മോവാബിന്റെ അതായത് യെശുവയുടെയും യോവാബിന്റെയും പുത്രന്മാർ 2812, ഏലാമിന്റെ പുത്രന്മാർ 1254, സാത്തുവിന്റെ പുത്രന്മാർ 945, സക്കായിയുടെ പുത്രന്മാർ 760, ബാനിയുടെ പുത്രന്മാർ 642, ബേബായുടെ പുത്രന്മാർ 623, അസ്ഗാദിന്റെ പുത്രന്മാർ 1222, അദോനിക്കാമിന്റെ പുത്രന്മാർ 666, ബിഗ്വായുടെ പുത്രന്മാർ 2056, അദീനിന്റെ പുത്രന്മാർ 154, അദേറിന്റെ അതായത് ഹെസക്കിയയുടെ പുത്രന്മാർ 98, ബേസായുടെ പുത്രന്മാർ 323, യോറയുടെ പുത്രന്മാർ 112, ഹാഷൂമിന്റെ പുത്രന്മാർ 223, ഗിബ്ബാറിന്റെ പുത്രന്മാർ 95, ബേത്ത്ലെഹേമിലെ ആളുകൾ 123, നെത്തോഫായിലെ ആളുകൾ 56, അനാത്തോത്തിലെ ആളുകൾ 128, ആസ്മാവത്തിലെ ആളുകൾ 42, കിര്യത്താറീം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ 743, റാമായിലെയും ഗേബായിലെയും ആളുകൾ 661, മിക്മാസിലെ ആളുകൾ 122, ബഥേലിലെയും ആയിയിലെയും ആളുകൾ 223, നെബോയിലെ ആളുകൾ 52, മക്ഷീബിലെ ആളുകൾ 156, മറ്റേ ഏലാമിലെ ആളുകൾ 1254, ഹാരിമിലെ ആളുകൾ 320, ലോദ്, ഹാദിദ്, ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ 725, ജെറീക്കോയിലെ ആളുകൾ 345, സേനായിലെ ആളുകൾ 3630, പുരോഹിതന്മാർ യെശുവയുടെ കുടുംബത്തിലെ യെദായയുടെ പുത്രന്മാർ 973, ഇമ്മറിന്റെ പുത്രന്മാർ 1052, പഷ്ഹൂറിന്റെ പുത്രന്മാർ 1247, ഹാരിമിന്റെ പുത്രന്മാർ 1017, ലേവർ ഹോദാവിയയുടെ പുത്രന്മാരായ യെശുവയുടെയും കദ്മിയേലിന്റെയും പുത്രന്മാർ 74, ഗായകർ ആസാഫിന്റെ പുത്രന്മാർ 128, വാതിൽ കാവൽക്കാരുടെ മക്കൾ ഷല്ലൂം, അദീർ, തൽമോൻ, അക്കൂബ്, ഹദിദ, ഷോബായ് എന്നിവരുടെ പുത്രന്മാർ 139, ദേവാലയത്തിലെ സേവകന്മാർ സിഹ, ഹസൂഫ, താബാവോത്ത്, കേറോസ്, സിയാഹ, പാദോൻ, ലെബാന, ഹബാബ, അക്കൂബ്, ഹബാബ്, ഹഗാബ്, ഷംലായ്, ഹാനാൻ, ഗിദ്ദേൽ, ഗാഹർ, റയായ, റസീൻ, നെക്കോദ, ഗാസാം, ഉസ, പസേയ, ബസായ്, അസ്ന, മെയൂനീം, നഫിസിം, ബക്ബുക്ക്, ഹക്കുബ, ഹർഹൂർ, ബസ്ലൂത്ത്, മെഹീദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹദീഫ എന്നിവരുടെ പുത്രന്മാർ. സോളമന്റെ ഭൃത്യന്മാരുടെ മക്കൾ സോദായ്, ഹസോഫെറേത്ത്, പെരൂദ, യാല, ദാർക്കോൻ, ഗിദ്ദേൽ, ഷെഫാത്തിയ, ഹത്തീൽ, പൊക്കേറത്ത്, ഹസെബായിം, ആമി എന്നിവരുടെ പുത്രന്മാർ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ ഭൃത്യന്മാരും കൂടെ ആകെ 392 പേർ. തങ്ങളുടെ പിതൃകുടുംബമേതെന്നോ തങ്ങൾ ഇസ്രായേലിൽപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല, തെൽഹർഷ, കെരൂബ്, അദ്ദാൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ പുത്രന്മാർ 652. കൂടാതെ പുരോഹിത പുത്രന്മാർ ഹബായ, ഹക്കോസ്,
ബർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ. ഗിലെയാദുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയെ സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായ് കുടുംബക്കാർ. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാത്തതിനാൽ ഇവർ അശുദ്ധരാണ്. പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഉറീമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. സമൂഹത്തിൽ ആകെ 40,360 പേർ ഉണ്ടായിരുന്നു. 7,337 ദാസിദാസന്മാർക്ക് പുറമെയാണിത്. അവർക്ക് 200 ഗായികന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് 736 കുതിര, 245 കോവർ കഴുത, 435 ഒട്ടകം, 6,720 കഴുത എന്നിവ ഉണ്ടായിരുന്നു. ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭിഷ്ട കാഴ്ചകൾ നൽകി. ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന 61,000 ദാരിക് സ്വർണവും 1000 മീന വെള്ളിയും 100 പുരോഹിത വസ്ത്രങ്ങളുമാണ്. പുരോഹിതന്മാരും ലേവ്യരും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ച് ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേലരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു. എസ്രായുടെ പുസ്തകം അധ്യായം 3. ബലി സമർപ്പണം. പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ 7-ാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു. യോസാദാക്കിന്റെ പുത്രനായ യെശുവ സഹപുരോഹിതന്മാരോടും ഷെയാൽത്തിയേലിന്റെ പുത്രൻ സെറുബാബേൽ തന്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ബലിപീഠം പണിതു. ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവ്വസ്ഥാനത്ത് സ്ഥാപിച്ചു. അതിന്റെ മേൽ അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി അർപ്പിച്ചു. അവർ കൂടാരത്തിരുന്നാൾ യഥാവിധി ആചരിച്ചു. അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു. നിരന്തര ദഹനബലിയും അമാവാസിയിലെയും കർത്താവിന്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭിഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു. 7-ാം മാസം 1-ാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവിന്റെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരുന്നില്ല. ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു. പേർഷ്യ രാജാവായ സൈറസിന്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലെബനോനിൽ നിന്ന് ജോപ്പായിലേക്ക് കടൽ മാർഗം ദേവദാരു കൊണ്ടുവരാൻ സീദോന്യർക്കും ടൈർ നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി. അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിന്റെ 2-ാം വർഷം 2-ാം മാസം ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യെശുവയും കൂടെ തങ്ങളുടെ മറ്റ് സഹോദരന്മാർ, പുരോഹിതന്മാർ, ലേവ്യർ, പ്രവാസത്തിൽ നിന്ന് വന്ന ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണി ആരംഭിച്ചു. കർത്താവിന്റെ ആലയം നിർമ്മിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കാൻ 20-ഉം അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു. യെശുവയും പുത്രന്മാരും ചാർച്ചക്കാരും യൂദായുടെ മക്കളായ കദ്മിയേലും പുത്രന്മാരും ഹെനാദാദിന്റെ പുത്രന്മാരും ലേവ്യരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു. കർത്താവിന്റെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചത് അനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവ്യരായ ആസാഫിന്റെ പുത്രന്മാർ കൈത്താളങ്ങളും ആയി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ട് വന്നു. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി. കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിന്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതിനാൽ അവർ ആർപ്പുവിളികളോടെ കർത്താവിനെ സ്തുതിച്ചു. അനേകർ ആഹ്ലാദത്താൽ ആർത്തു വിളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരും ലേവ്യരും കുടുംബത്തലവന്മാരുമായ വൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്കെ കരഞ്ഞു. സന്തോഷധ്വനികളും വിലാപസ്വരവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു. എസ്രായുടെ പുസ്തകം അധ്യായം 4.
ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ്. തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂദായുടെയും ബെഞ്ചമിന്റെയും പ്രതിയോഗികൾ കേട്ടു. അവർ സെറുബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ. ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ എസർഹദോന്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ സെറുബാബേലും യെശുവയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം. അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂദാ ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിന്റെ കാലം മുതൽ ദാരിയൂസിന്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു. അഹസേരൂസിന്റെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജെറുസലേമിലെയും യൂദായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. പേർഷ്യ രാജാവായ അർത്താർസക്സസിന്റെ കാലത്തും ബിഷ്ലാം, മിത്രദാത്ത്, താബേൽ എന്നിവരും അനുയായികളും രാജാവിനെഴുതി കത്ത് അരമായ ലിപിയയിലാണ് എഴുതിയിരുന്നത്. വിവർത്തനവും ഉണ്ടായിരുന്നു. സേനാപതി റഹൂം, കാര്യദർശി ഷിംഷായി എന്നിവർ ജെറുസലേമിനെതിരെ രാജാവിന് കത്തയച്ചു. റഹൂം, ഷിംഷായി, അവരുടെ അനുചരന്മാർ, ന്യായാധിപന്മാർ, ദേശാധിപതികൾ, സ്ഥാനികൾ, പേർഷ്യക്കാർ, എറക്കിലെ ജനങ്ങൾ, ബാബിലോൺകാർ, ഏലോമരെന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നപ്പർ നാടുകടത്തി സമരിയയിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്തും വസിപ്പിച്ച മറ്റു ജനതകളും കൂടി എഴുതുന്ന കത്ത്. കത്തിന്റെ പകർപ്പാണ് ഇത്. അർത്താർസക്സസ് രാജാവിന് നദിക്കക്കരെയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ. അങ്ങയുടെ അടുത്തുനിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്നറിയിക്കട്ടെ. കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയുമായ ആ പട്ടണത്തിന്റെ പുനർനിർമ്മാണം അവര് ആരംഭിച്ചിരിക്കുന്നു. അവർ അതിന്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥിവാരത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തു. മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർക്ക് അപ്പമോ കരമോ ചുങ്കമോ തരികയില്ല. അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കുമെന്ന് അറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരം അറിയിക്കുന്നു. അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹക്കാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയും ആണെന്നും പണ്ടുമുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിഞ്ഞു. അതിനാലാണ് ഈ പട്ടണം നശിച്ചത്. പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കിക്കരെയുള്ള ദേശത്ത് അങ്ങേക്ക് ഒരവകാശവും ഉണ്ടായിരിക്കുകയില്ലെന്ന് അറിഞ്ഞാലും. രാജാവ് മറുപടി അയച്ചു, സൈന്യാധിപനായ റഹൂമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും നദിക്കക്കരെയുമുള്ള മറ്റു ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ. നിങ്ങൾ അയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു. ഞാനൊരു കൽപ്പന പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തി. പണ്ടുമുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമായി. നദിക്കക്കരെയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു. ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ. ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത്. വരുത്തിയാൽ അതും രാജാവിന് ഉപദ്രവകരമായി തീരും. അർത്താർസക്സസ് രാജാവിന്റെ കത്തിന്റെ പകർപ്പ് വായിച്ചു കേട്ട റഹൂമും കാര്യദർശിയായ ഷിംഷായും അനുയായികളും ജെറുസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവയ്പ്പിച്ചു. അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിന്റെ പണി നിലച്ചു. പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ 2ാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപം നിരീക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.